ശ്രീ കെവിൻ പീറ്റർ, ഇവിടെ ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം എന്നുള്ള വ്യാഖ്യാനം നൽകുന്നു. ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. പക്ഷേ ആ വ്യാഖ്യാനങ്ങളെല്ലാം യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, കേരളം നീങ്ങുന്നത് എന്നുള്ള ഒരു ചിത്രം തന്നെയല്ലേ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കോതമംഗലത്തെ സോന എൽദോസ് എന്ന കുട്ടിയുടെ ആത്മഹത്യ, അത് ഈ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയുണ്ട്, മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്, ഭരണകൂടത്തിന്റെയും മതസംഘടനകളുടെയും സപ്പോർട്ടുണ്ട്. ഇവിടെ പ്രണയം ആർക്കാണുള്ളത്? ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രണയമുള്ളത്. പക്ഷെ എതിർവശത്ത് നിൽക്കുന്നവർക്ക്, ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർക്ക് പ്രണയമില്ല. മറിച്ച് അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ശ്രീ RV ബാബു ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാരണം. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതമൗലികവാദ ഭീകരവാദ സംഘടനകൾ മുസ്ലിം യുവാക്കളിലേക്ക് അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ മതപരമായ, അവരുടെ പരലോകത്തുള്ള ജീവിതത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മതങ്ങൾക്കുള്ളിൽ അന്യമതത്തിലെ പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ടുവരുന്നത് ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ സ്വന്തം തീരുമാനം ഒരു ട്രെൻഡായി ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, സോന എൽദോസിന്റെ കാര്യത്തിൽ തന്നെ നോക്കൂ. അവളുടെ പിതാവിന്റെ മരണം നടന്നിട്ട് പോലും അവളുടെ പ്രണയം നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ മതപരിവർത്തനത്തിന് തയ്യാറായി. ഒന്ന് നോക്കൂ, ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിന് പോയി ഇയാൾ പിടിയിലാവുന്നത്. അത് അനശ്വര പ്രണയമാണ്, ഇവളോട് മാത്രമാണ് സ്നേഹമെങ്കിൽ ഒരിക്കലും വേറൊരു സ്ത്രീയുമായിട്ട് പോകുമായിരുന്നില്ല. ഇങ്ങനെ വേറൊരു സ്ത്രീയുമായിട്ട് ലോഡ്ജിലോ മറ്റെവിടെയോ പോയി പിടിക്കപ്പെട്ട വ്യക്തി ഈ സോന എന്ന് പറഞ്ഞ പെൺകുട്ടിയെയും സെക്ഷലായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നോക്കൂ, അവളുടെ ആ പ്രണയം അവളുടെ സംശുദ്ധമായ പ്രണയം ആയതുകൊണ്ടാണ് താൻ പ്രണയിച്ച വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയിട്ട് പോലും അത് ക്ഷമിക്കാൻ തയ്യാറാകുകയാണ് ആ പെൺകുട്ടി ചെയ്യുന്നത്. തയ്യാറായിക്കൊണ്ട് ലീഗലായി രജിസ്റ്റർ ചെയ്യാനാണ് അവനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ അവൻ അതിനല്ല തയ്യാറാകുന്നത്, മറിച്ച് ലീഗലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ ഇറക്കിക്കൊണ്ടുപോവുകയും അവളെ പൊന്നാനി പോലുള്ള മതപഠന കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് മതം മാറ്റാനാണ് അവനും ആ റമീസ് എന്ന് പറയുന്ന യുവാവും അവന്റെ കുടുംബവും തയ്യാറാകുന്നത്. ഇവിടെ ഇത് തന്നെയാണ് കാരണം. അവരുടെ ലക്ഷ്യം പ്രണയമോ ഒന്നിച്ചുള്ള ജീവിതമോ ഒന്നുമല്ല. ആ സോന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇത്തരത്തിലൊരു കുടുംബത്തിലേക്ക് മതം മാറി പോയിരുന്നെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവൾക്ക് ഇതേപോലെ തന്നെ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു, ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇത് എല്ലാവരുടെയും ഇവിടെ സപ്പോർട്ടുണ്ട്. ഇത്രയും സംഭവം നടന്നിട്ട് ഏതെങ്കിലും ഇപ്പം ഛത്തീസ്ഗഡിന് വേണ്ടിയും മണിപ്പൂരിന് വേണ്ടിയൊക്കെ കരഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇതിനെതിരെ ഒരു പ്രസ്താവനയോ എന്തെങ്കിലും ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്? ഇല്ല. രാവിലെ മുതൽ വളരെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ചില മാധ്യമങ്ങളൊക്കെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോൾ ആ വാർത്തയെല്ലാം മെയിൻ ഇതിൽ നിന്ന് മുക്കിക്കളഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടം ഇപ്പോൾ ഇത്തരക്കാർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ ഒന്നും മനസ്സിലാകുന്നത് ഒഴിവാക്കാനായിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണ് നിർത്തലാക്കിയത്. ഇപ്പോൾ കോവിഡ് കാലത്തെ ബുദ്ധിമുട്ടിന് പരിഹാരം എന്ന നിലയിൽ ദൂരെ ഇരുന്നുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇത്തരം രജിസ്ട്രേഷൻ മാരേജ് നടത്തി കൊടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അല്ലാത്ത ഒരു കണ്ടീഷനിലും ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിയിൽ വാക്കാലൊരു ഇത് വന്നിരിക്കുകയാണ്. അപ്പൊ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇവിടെ ഈ ഒരു നിർലോഭം നടന്നിരിക്കുകയാണ്. ഇത് അറിയുന്നുണ്ട്, ഇവർക്കെല്ലാം അറിയാം. പക്ഷെ ഇവരൊക്കെ ഇത് കണ്ടില്ല എന്ന് അടിക്കുകയാണ്. ക്രിസ്ത്യൻ സമുദായ നേതൃത്വം ഉൾപ്പെടെ ഈ മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രൂപതയിലെ ബിഷപ്പിന്റെ ബന്ധുവായ പെൺകുട്ടി 2 ആഴ്ചകൾക്ക് മുമ്പാണ് മുസ്ലിം പയ്യനൊപ്പം പോയത്. അതുപോലെ തന്നെ ഉത്തര കേരളത്തിലെ ഒരു വൈദികന്റെ പെങ്ങളുടെ മകൾ പോയി. ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞങ്ങൾ 6 കേസുകളാണ് 7 ദിവസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തത്. ഈ എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ 4 MDMA കേസിൽ അകപ്പെട്ടിട്ടുള്ള ഒരു യുവാവ് തനിക്ക് പലവിധ ഹോട്ടലുകളും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ ആഡംബര കാറുകളും ഒക്കെ എടുത്തുകൊണ്ടുവന്ന ആ ഒരു പെണ്ണിനെ കെണിയിൽപ്പെടുത്തി കഴിഞ്ഞിട്ട് അവളെ രജിസ്റ്റർ മാരേജ് ചെയ്ത് മതം മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അവനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ അറിവായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും മയക്കുമരുന്നിന് അടിമയാണ്.
അപ്പോൾ നോക്കൂ, ഈ അമുസ്ലിം ആയിട്ടുള്ള ക്രിസ്ത്യാനി ആയിട്ടുള്ള ആ പെൺകുട്ടിയെ ഇവൻ വിവാഹം കഴിച്ചാലും 4 കേസിൽ MDMA കേസിൽ പ്രതിയായിട്ടുള്ള ആൾ ഇവളെ മയക്കുമരുന്നിന്റെ കച്ചവടത്തിന് ഉപയോഗിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നാളെ ഒത്തിരി പെൺകുട്ടികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പോലെ ഈ പെൺകുട്ടിയും പോയി കിടക്കും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് ഒരു തെളിവ് നമുക്ക് ഹാജരാക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് പുറം ലോകം ഇത് അറിഞ്ഞത്. അല്ലെങ്കിൽ സോണയുടെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ആത്മഹത്യയായി വീട്ടുകാരും കാണുമായിരുന്നു, അല്ലെങ്കിൽ അയൽക്കാരും കാണുമായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരിക്കലും ഒരു വാർത്തയായി മാറില്ലായിരുന്നു. ഇതുപോലെ 100-ൽ 1 കേസ് മാത്രമാണ് പുറത്തു വരുന്നത്. ഇപ്പൊ ആത്മഹത്യ ആ കുറിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത്, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തറിഞ്ഞതോടുകൂടിയാണ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും ഇത് ഏറ്റെടുക്കേണ്ടി വന്നത്. ലവ് ജിഹാദ് ആണോ എന്ന ചോദ്യചിഹ്നമാണെങ്കിലും ആ രീതിയിലേക്ക് വാർത്തകൾ കൊടുക്കേണ്ട ഒരു അനിവാര്യതയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നു എന്നത് ഒരു ശുഭലക്ഷണം തന്നെയാണ്. കാരണം കേരളത്തിന്റെ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വാസ്തവം, യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്.